പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ രണ്ടാം സ്ഥാനത്തേക്കുള്ള ഫലപ്രഖ്യാപനം തടഞ്ഞുവെച്ചതിൽ പരാതി. പുന്നമട ബോട്ട് ക്ലബ്ബ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വ്യാജ പരാതിയെ തുടർന്ന് ട്രോഫി തടഞ്ഞുവെച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രണ്ടാം സ്ഥാനം നേടിയ പുന്നമട ബോട്ട് ക്ലബ്ബ് പരാതി നൽകിയത്. പരാതികൾ ഓണത്തിന് ശേഷം പരിശോധിക്കുമെന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് 24 പറഞ്ഞത്. പരാതികളുണ്ട്. നമുക്ക് അപ്പീൽ ജൂറിയുണ്ട്. ജൂറി ADMന്റെ നേതൃത്വത്തിൽ അപ്പീൽ ജൂറിയുണ്ട്. ആ പരാതികളൊക്കെ പരിശോധിച്ചതിന് ശേഷം എൻ്റെ നടപടി എടുക്കുന്നതാണ്. അത് നമുക്ക് ഈ പരാതി നോക്കിയിട്ട് ശേഷം അത് 2-3 കാര്യങ്ങളുള്ളത്. നമുക്ക് 25% ആൾക്കാരെ മാത്രമേ നമ്മളുടെ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ പല കേസുകളും അത് കൂടുതലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണെങ്കിൽ പരിശോധിച്ചതിന് ശേഷം ക്യാമറ ഇൻ ക്യാമറ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ട്. അല്ല വെരിഫൈ ചെയ്തതിന് ശേഷം ചെയ്യാം. ഓക്കെ, അശ്വിൻ പാലാഴി, തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളിലൊക്കെ ഈ പുന്നമടയിൽ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്ത് കഴിഞ്ഞു. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ വീഴ്ചയും പറ്റിയിട്ടുണ്ട്. ചില ഒരു സർക്കാർ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി ഈ പുന്നമടയുടെ പരിസരത്ത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ആലപ്പുഴ ജില്ലാ കളക്ടറുമായിട്ട് ഔദ്യോഗികമായി തന്നെ ഒരു പരാതിയായിട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. പറയൂ അശ്വിൻ. എന്തായാലും കളക്ടറുടെ ഈ പ്രതികരണം അത് പുന്നമട ബോട്ട് ക്ലബ്ബ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ്. അവർ പറഞ്ഞത് ഈ രണ്ടാം സ്ഥാനം ഉൾപ്പെടെയുള്ള ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെയായിരുന്നു പുന്നമട ബോട്ട് ക്ലബ്ബിൻ്റെ പരാതി. അതിൽ ആ പരാതി പരിശോധിച്ച ശേഷമാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ 24 ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ പ്രതികരണത്തിൽ പുന്നമട ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്കെതിരെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നൽകിയ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ പരാതി അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ, അതായത് 25% കൂടുതൽ ഇതര സംസ്ഥാനക്കാരെ തുഴച്ചിലുകാരെ നിയോഗിച്ചു എന്നുള്ളതാണ്. പ്രാഥമിക പരിശോധനയിൽ അങ്ങനെ ഒരു പരാതി അതിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ സമയക്രമ അടിസ്ഥാനത്തിൽ പുന്നമട ബോട്ട് ക്ലബ്ബാണ് രണ്ടാം സ്ഥാനത്ത് വരേണ്ടത്. മൂന്നാമതായാണ് പള്ളാത്തുരുത്തി വരുന്നത്. പുന്നമട ബോട്ട് ക്ലബ്ബിനെതിരെ നടപടി ഉണ്ടായാൽ സ്വാഭാവികമായും മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ആൾ രണ്ടാം സ്ഥാനത്തേക്ക് വരും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഫലപ്രഖ്യാപനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ആ പരാതികൾ കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിക്കാനാണ് ജൂറി ഓഫ് അപ്പീൽ ചേരുന്നത്. അത് ഓണത്തിന് ശേഷം ചേർന്ന് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ADMന്റെ നേതൃത്വത്തിലാണ് ഈ പരാതികൾ പരിശോധിക്കുക. ഏറ്റവും പ്രധാനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അന്നത്തെ CCTV ദൃശ്യങ്ങളൊപ്പം അന്ന് NDBR തന്നെ തയ്യാറാക്കി പരാതികൾ വന്നാൽ പരിശോധിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ക്യാമറ സംവിധാനങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും പരാതികളിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പ്രധാനമായും പരിശോധിക്കുക. ഒപ്പം NDBR രജിസ്റ്റർ ചെയ്ത ചില രേഖകളുണ്ട്. ആ രേഖകളിൽ അധികമായി ഇതര സംസ്ഥാനക്കാർ തുഴഞ്ഞാൽ കണ്ടെത്താനാകും. അതടക്കമുള്ള രേഖകളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ കളക്ടറുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും CBLന് മുമ്പ് അത് തീരുമാനമാക്കിയില്ലെങ്കിൽ CBLൽ പുന്നമടയിൽ നിന്ന് പങ്കെടുക്കുന്ന ക്ലബ്ബുകളുടെ എണ്ണം കുറയും. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ തുഴഞ്ഞെത്തിയ 9 ക്ലബ്ബുകൾക്കാണ് CBLൽ തുഴയാൻ അവസരം കിട്ടുക. പക്ഷേ ഫലപ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ അത് പ്രതിസന്ധിയാണ്. എന്തായാലും ഉടൻ തന്നെ ഓണത്തിന് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.